Hi students, welcome to LMTech. നമ്മളെന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 110 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, the length of two sides of a triangle 8 centimeters and 10 centimeters and the angle between them 40 degree. What's the area of this triangle? അതായത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? പിന്നെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ പാർട്ട്, വാട്ട്സ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് ടു സൈഡ്സ് ദ സെയിം ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദം 140 ഡിഗ്രി. അപ്പം രണ്ട് ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സൈഡ്സ് 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും. ഒരെണ്ണത്തിന്റെ ആംഗിള് 40 ഡിഗ്രി, രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിള് 140 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഏരിയ എന്താണ്, സെയിം ആകുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. രണ്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് കണ്ടുപിടിക്കണം. ഇതിന്റെ അത് ഇത് രണ്ട് മട്ടത്രികോണമാണോ? അല്ല. നോക്കിക്കേ, 40 ഡിഗ്രി ഇത് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇത് 140 ആയതുകൊണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഇതിനെ മട്ടത്രികോണം അല്ലാത്തത് കൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് വരച്ച് ഒരു മട്ടത്രികോണം ആക്കണം. ആക്കിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നത്. ഇത് 90 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം ഇൻറ്റു ലംബം, അല്ലെങ്കിൽ ഉന്നതി. അര പാദം ഇൻറ്റു ഉന്നതി. അപ്പൊ ഇവിടെ നമുക്ക് ഉന്നതി അറിയത്തില്ല. നമുക്ക് തുടങ്ങാം. ഇൻ ട്രയാങ്കിൾ ABD, ഈ ട്രയാങ്കിളാണ് നമുക്ക് എടുക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ട്രയാങ്കിൾ എടുക്കുന്നില്ല? ഇത് 90 ഡിഗ്രി ആംഗിൾ അല്ലേ, പക്ഷെ ഇവിടെ വല്ല മെഷർ ഉണ്ടോ? ഇല്ല, ഇവിടെ മെഷർ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ട്രയാങ്കിൾ എടുത്തത്. ട്രയാങ്കിൾ ABD സൈൻ 40. സൈൻ ആണ് വേണ്ടതെന്ന് അറിയാലോ, ഓപ്പോസിറ്റ് സൈഡ് വേണം, ഹൈപ്പോട്ടിന്യൂസ് അറിയാം. അങ്ങനെയുള്ളപ്പം നമ്മൾ എടുക്കേണ്ട റേഷ്യോ ആണ് സൈൻ. സൈൻ 40 ഈക്വൽസ് AD ബൈ AB ഈക്വൽസ് AD ബൈ AB എന്ന് പറഞ്ഞാൽ എത്ര? 8. അപ്പൊ സൈൻ 40യുടെ വാല്യൂ 0.6428 ആണ്. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. സൈൻ 40 ഈക്വൽസ് AD എത്ര അറിയത്തില്ല, AD ബൈ 8. ഇനി സൈൻ 40യുടെ വാല്യൂ കൊടുക്കുക, 0.6428 ഈക്വൽസ് AD ബൈ 8. ഇനി AD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. AD ഈക്വൽസ് 8 ഇൻറ്റു 0.6428. അപ്പൊ നമ്മള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8 അല്ല, ഇങ്ങോട്ട് എഴുതി അങ്ങ് കാണിച്ചു തരാം. അവിടെ നമുക്ക് എഴുതി ചെയ്ത് നോക്കാം. 0.6428 ഇൻറ്റു 8. 8 8 64, 4 6, 8 2 16 6 plus 22 2, 4 8 32 plus 2 34, remainder 3, 6 8 48 plus 3 51. 5.1424 എന്ന് കിട്ടും. 5.1424. അപ്പോൾ 4 പ്ലേസ് ഡെസിമൽ ഉണ്ട്. നമുക്ക് അവസാനം അത് കറക്റ്റ് ചെയ്ത് 2 പ്ലേസസ് ആക്കാം. ഇനി എന്തായി? ഹൈറ്റ് കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? ഏരിയ കാണണം. ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര? 10 അല്ലേ? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5.1424 ഈക്വൽസ് 5 times it goes. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.1424 ഇൻറ്റു 5. 5 4 20, 2 10 plus 2 12 1. 5 4 20 plus 1 21 2 1 5 5 2 7
5, 5, 25. 25.7120 എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ആക്കി നമുക്ക് എന്ത് 25.71 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാം. രണ്ടാമത്തെ ചിത്രം ഒന്നുകൂടെ എടുത്ത് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിത്രം. അപ്പൊ ഈ ചിത്രത്തില് വോൾട്ടിറ്റ്യൂഡ് നമുക്ക് വരയ്ക്കാം. വെർട്ടെക്സിൽ നിന്ന് വോൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. ഇതാണ് വോൾട്ടിറ്റ്യൂഡ്. നമുക്ക് ആദ്യം പേരൊക്കെ കൊടുക്കാം. ABC ട്രയാങ്കിൾ. വോൾട്ടിറ്റ്യൂഡിന് പേര് കൊടുക്കാം AD. ഇവിടെ 140 ആകുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 40 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ദേ ഫോം ലീനിയർ പെയർ. ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള രണ്ട് ആംഗിൾ. ദേ ആർ സം 180. ദേ ഫോം ലീനിയർ പെയർ. ദേ ആർ ലീനിയർ പെയർസ്. രേഖീയ ജോഡികൾ അനുപൂരകങ്ങളാണ്. അപ്പോഴേ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ വോൾട്ടിറ്റ്യൂഡ് പുറത്ത് വരച്ചത്? ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുമ്പോൾ എന്താണ് ഈ ആംഗിൾ 140 ആയതുകൊണ്ട് വോൾട്ടിറ്റ്യൂഡ് എവിടെ വരത്തുള്ളൂ? പുറത്തേ വരികയുള്ളൂ. അപ്പം നമുക്കിനി തുടങ്ങാം. ഇൻ ട്രയാങ്കിൾ ADB എടുത്താൽ മതി. ഇൻ ട്രയാങ്കിൾ ADB. അപ്പൊ ഇവിടെ നമുക്ക് ഏത് റേഷ്യോ എടുക്കണ്ട? ഓപ്പോസിറ്റ് സൈഡ് ഇതാ, ഇത് 90 ആണ്. അതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AB. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് സൈൻ ആർ വേണ്ടത് അല്ലേ? അപ്പം സൈൻ 40 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AD ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇത് 90 ആണ്. ശരിക്കും വരയ്ക്കാം. ഇത് 90, ഈ ആംഗിള് 40. ഓക്കെ, ടോട്ടൊക്കെ വായിച്ച് ഞാൻ ക്ലിയർ ആക്കി വരച്ചു. അപ്പോഴേ ഓപ്പോസിറ്റ് സൈഡ് എഴുതി AD, ഹൈപ്പോട്ടന്യൂസ് AB ഈക്വൽസ് AD അറിയത്തില്ല, AD ആയിട്ട് ഇട്ടിരുന്നു, AB 8. ഇനി നമുക്ക് സൈൻ 40യുടെ വാല്യൂ ടേബിളിൽ നോക്കി എഴുതണം. 0.6428 നേരത്തെ എഴുതിയത് തന്നെയാണ് അല്ലേ? 0.6428 ഈക്വൽസ് AD ബൈ 8. അപ്പോൾ AD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore AD ഈക്വൽസ് 8 into 0.6428. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തത്? എത്ര കിട്ടിയത്? 5.1424 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ കാണുമ്പോൾ എന്താ കിട്ടുക? ആദ്യത്തെ പ്രോബ്ലത്തിന്റെ ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടെ കാണിച്ചു തരാം. ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5.142 കട്ട് ചെയ്യുമ്പോൾ 5. ആൻസർ എത്ര വരുന്നത്? 25.7120 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നേരത്തെ അതേ ഏരിയ അല്ല നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദേ ഹാവ് ദ സെയിം ഏരിയ. അപ്പൊ 40 എടുത്തപ്പോഴും 140 എടുത്തപ്പോഴും ആംഗിള് ഒരേ ഏരിയ ആണ് കിട്ടിയത്. സൈഡ്സ് ആർ ഓഫ് ഈക്വൽ മെഷർ. Their areas are equal. ഓക്കെ, ഈക്വൽ ആയതിന്റെ കാരണം അറിയാലോ, സൈഡ്സ് രണ്ട് ഈക്വൽ ആണ്. പക്ഷെ ആംഗിൾസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് 40 140 ആണെങ്കിലും അത് ഇപ്പുറത്തോട്ട് എടുത്തു വരുമ്പോൾ 40 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, the length of the sides of a rhombus is 5 centimeter and one of its angles is 100 degree. Calculate its area. റോംബസിന്റെ ഒരു വശം 5 സെന്റിമീറ്ററും ഒരു കോൺ 100 ഡിഗ്രിയുമായാൽ പരപ്പളവ് കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ചിത്രം ഇതാണ്. റോംബസ് ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. എന്താണ് റോംബസിന്റെ പ്രത്യേകത? ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഡയഗണൽ
bisect each other. Diagonals are perpendicular bisectors of each other. അപ്പം നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 100 എന്ന്. അപ്പം ഇതിന്റെ അകത്ത് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോർമുല, ഇപ്പൊ ബേസും ഹൈറ്റും വെച്ചൊരു ഫോർമുല ഉണ്ട്. അപ്പം ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഹാഫ് d1 d2 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ ബേസും ഹൈറ്റും കണ്ടുപിടിച്ച് BH എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഞാനിവിടെ BH ആണ് ഉപയോഗിക്കുന്നത്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇവിടെ ആംഗിൾ ഉള്ളതുകൊണ്ട് ഇപ്പുറത്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ ഓൾട്ടിറ്റ്യൂഡ് എവിടെ വരും? പുറത്ത് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് അകത്തും വരയ്ക്കാം, ഇവിടെ നിന്നും വരയ്ക്കാം. എന്നാൽ ഇവിടെയാണ് നമുക്ക് ആംഗിൾ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അകത്തുള്ള ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നില്ല. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. ദേ ഫോം ലീനിയർ പെയർ, their sum is 180 ഡിഗ്രി. ഇനി നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ച് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഈക്വൽസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് ബേസ് അറിയാം, ഹൈറ്റ് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് ABCD. ഈ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ DC. അപ്പൊ ഇത് 90 അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിയുമ്പോൾ ഇത് 90 ആയി. CD-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഇൻ ട്രയാങ്കിൾ DCE. ഇനി നമുക്ക് എടുക്കേണ്ട റേഷ്യോ ഏതാണ്? സൈൻ ആണോ കോസ് ആണോ എന്താന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? 80-യുടെ ഓപ്പോസിറ്റ് D വേണം. പിന്നെ നമുക്ക് എന്തുകൊണ്ട് 90-യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനോസ് ഉണ്ട്. അപ്പം എതിർവശവും കർണവും വരുന്ന ഏത് റേഷ്യോ ആണോ? സൈൻ റേഷ്യോ. ഓക്കെ, സൈൻ 80 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ 80-യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് D ബൈ ഹൈപ്പോട്ടിനൂസ് എന്ന് പറയുന്നത് DC അല്ലെങ്കിൽ CD. സൈൻ 80-യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നോക്കി കണ്ടുപിടിക്കാം. അപ്പം സൈൻ 80-യുടെ വാല്യൂ 0.9848. 0.9848 ഈക്വൽസ് D അറിയത്തില്ല, DC എത്രയാണ്? 5. അപ്പൊ D നമുക്ക് കണ്ടുപിടിച്ചൂടെ? D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore DE equals 5 into 0.9848 എന്ന് കിട്ടും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നതെന്ന് നോക്കാം. 9848 into 5 40 0 4 5 4 20 24 2 8 5 40 plus 2 42 4 9 5 45 49. ഇപ്പൊ 4 പ്ലേസ് മാറ്റുമ്പോൾ എത്ര വരും? 4.924 സെന്റിമീറ്റർ കിട്ടും. ഇതെന്താണ്? ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റിന്റെ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈക്വൽസ് ബേസ് എത്രയാണ്? 5 into height 4. പുറത്തോട്ട് എഴുതാണ് കേട്ടാ. ഏരിയ ഈക്വൽസ് 5 into 4.924. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന? 4.924 4.924 into 5 12 24 24.620 ആണ്. 0 എഴുതിയില്ല, കുഴപ്പമില്ല. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 24.62 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 62 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമ്മളിപ്പം 2 ചോദ്യങ്ങൾ
ചെയ്ത് കഴിഞ്ഞ് ഇനി 3 ചോദ്യം കൂടി ഈ എക്സസൈസിൽ ബാക്കിയുണ്ട്. വൈൻഡപ്പ് ചെയ്യാണ്. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ബൈ. ഓക്കെ.